56 പെട്രോളിയത്തിന്റെ ഉറവ തുടങ്ങി ബറക്കത്ത് കൊടുത്തത്. ആ ബറക്കത്ത് അല്ലാഹു ലോക മുസ്ലിങ്ങൾക്കും മനുഷ്യ സഹോദരന്മാർക്കും ഖൈറായ നിലക്ക് ഒരുപാട് കാലം അങ്ങ് നിലനിർത്തി തരട്ടെ. ആമീൻ. നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. കാരണം ഗൾഫ് നാട്ടിലെ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞു പോയതുകൊണ്ട് ആ സാമ്പത്തിക ക്രൈസിസ് ഗൾഫ് നാട്ടിനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഫൗണ്ടേഷൻ ചെയ്ത യതീംഖാന സാക്ഷാത്കരിക്കണമെങ്കിൽ, മർക്കസ് സാക്ഷാത്കരിക്കണമെങ്കിൽ, സഅദിയ സാക്ഷാത്കരിക്കണമെങ്കിൽ, പട്ടിക്കാട് ജാമിയ നൂരിയ സാക്ഷാത്കരിക്കണമെങ്കിൽ, നന്ദി ദാറുസ്സലാം സാക്ഷാത്കരിക്കണമെങ്കിൽ, ഇസ്ലാമിക സ്ഥാപനങ്ങൾ അതിന്റെ പാരഗമ്യതയിൽ എത്തണമെങ്കിൽ ഗൾഫിന്റെ ഉറവയില്ലാതെ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, 2007 $170 ക്രൂഡ് ഓയിലിന്റെ വിലയായിരുന്നുവെങ്കിൽ 2016 അത് $20 കുത്തനെ വീഴ്ത്തിയിരിക്കുകയാണ്. ആരാ വീഴ്ത്തിയത്? അമേരിക്കയും ഇസ്രയേലും. നമ്മളെ പരസ്പരം തല്ലിപ്പിക്കുമ്പോ ആലോചിക്കണം. നമ്മളെ പരസ്പരം തല്ലിപ്പിക്കുമ്പോ ഇതിന്റെ ഇടയിൽ മുതലെടുക്കാൻ മൂന്നാമത്തൊരു മുനാഫിക്ക് നടക്കുന്നുണ്ട് കേട്ടോ മക്കളെ. ചെറിയ ചെറിയ വസുവാസ് ഉണ്ടാക്കിയിട്ട് പരസ്പരം കുത്തും പോരും ഉണ്ടാക്കുമ്പോ ആലോചിച്ചോക്കണം. അത് ഇത് മണ്ണാങ്കട്ടാന്ന് പറഞ്ഞിട്ട് തല്ലിപ്പിച്ചിട്ട് അതിന്റെ ഇടയിൽ മൂന്നാമത്തൊരു മുനാഫിക്ക് നടക്കുന്നുണ്ട്. ഇറാഖില് സദ്ദാമിന്റെ കയ്യിൽ ജൈവ ന്യൂക്ലിയർ ആയുധമുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ അമേരിക്കയും സഖ്യരാഷ്ട്രങ്ങളും ഇസ്രയേലും കൂടി നിരങ്ങിയിട്ട് 40 കൊല്ലം ഭരണം നടത്തിയ ഒരു ഭരണാധികാരിയെ പ്ലാസ്റ്റിക് കയറിൽ തൂക്കിക്കൊന്നിട്ട് ദുൽഹജ്ജ് 10 മുസ്ലിമീങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം അമേരിക്ക മുസ്ലിങ്ങൾക്ക് ബിരിയാണിയുടെ മണം മണക്കുമ്പോ സദ്ദാമിന്റെ ചോരയുടെ ഗന്ധമാണ് അന്ന് മുസ്ലിങ്ങൾക്ക് അമേരിക്ക സമ്മാനം നൽകി. ഒരു ദുൽഹജ്ജ് മാസം 10 നമ്മളെല്ലാം തക്ബീർ ചൊല്ലുമ്പോ സദ്ദാമിന്റെ തലയില്ലാത്ത ബോഡി നിലത്തേക്ക് പതിക്കുന്ന ചിത്രമാണ് BBC-യും CNN-ഉം വാർത്താ ചാനലിലൂടെ കൊടുത്തത്. അങ്ങനെ അമേരിക്കയോട് പറഞ്ഞ അവിടെ രാസജൈവ ന്യൂക്ലിയർ ആയുധണ്ട്, ആറ്റം ബോംബുണ്ട്, മണ്ണാങ്കട്ടുണ്ട്, കേറി ഇറാഖ് പിടിച്ചെടുത്തു. ലോകത്തിലെ ഏറ്റവും എണ്ണയുള്ള രാജ്യമായിരുന്നു ഇറാഖ്. ആ ഇറാഖിലെ എണ്ണ മുഴുവൻ അടിയിലൂടെ കൊയലിട്ട് അമേരിക്ക കൊണ്ടുപോയി അവന്റെ ബങ്കറിൽ നിറച്ചു. രണ്ടാമത് അമേരിക്കയുടെ പേടി സ്വപ്നമായിരുന്ന ലിബിയ. ആ ലിബിയയുടെ ഭരണാധികാരിയായിരുന്ന കേണൽ മുഹമ്മദ് അൽ ഗദ്ദാഫി അയാളെ കൊന്ന് ആട്ടിൻകൂട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ ലിബിയയിലെ എണ്ണ മുഴുവൻ ചോർത്തിക്കൊണ്ടുപോയിട്ട് അമേരിക്കയുടെ ബങ്കറിൽ നിറച്ചു. മൂന്നാമത് ഷിയാക്കളെയും മുസ്ലിമീങ്ങളെയും പരസ്പരം തല്ലിപ്പിച്ചിട്ട് ഇറാനിലേക്ക് കയറിപ്പോയിട്ട് അവിടെയുള്ള എണ്ണ ഊറ്റിക്കൊണ്ടുപോയിട്ട് അമേരിക്കയുടെ രഹസ്യ ബങ്കറിൽ നിറച്ചു. ഇപ്പോ യമൻ എന്ന് പറയുന്ന രാജ്യം സൗദി അറേബ്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇൽമു ഫിൽ യമൻ, ഇൽമു കിടക്കുന്നത് യമനിലാണെന്ന് ഖാല റസൂലുള്ളാഹ്. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ രാജ്യം, എല്ലാ അഹ്ലു ബൈത്തിന്റെയും മൊരട്, എല്ലാ സാദാത്യങ്ങളുടെയും നാട് യമനിലെ ഹദറമൗത്താണ്, അല്ലെങ്കിൽ സൻആ യമനാണ്. ആ നാടിന് അമേരിക്ക ചെയ്തതെന്താണെന്നറിയോ? സൗദി അറേബ്യനെ കൊണ്ട് അതിന്റെ നടുക്ക് ബോംബിട്ടിട്ട് അവിടെയുള്ള മുസ്ലിമീങ്ങളെ 2 ചേരിയാക്കി മാറ്റിയിട്ട് യമനിന്റെ എണ്ണ മുഴുവൻ ഊറ്റിക്കൊണ്ടുപോയി അമേരിക്കയുടെ ബങ്കറിൽ നിറച്ചു. ഇപ്പൊ അമേരിക്ക പറയുന്നു 100 കൊല്ലം ലോകത്ത് കത്തിക്കാനുള്ള പെട്രോളും ഡീസലും ഞങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കിനി അറബികളുടെ എണ്ണ വേണ്ട, ഞങ്ങളുടെ കയ്യിലുള്ള എണ്ണ ഞങ്ങൾ 10 റുപ്യക്കും വെക്കും, 5 റുപ്യക്കും വെക്കും. ഒപെക് എന്ന് പറയുന്ന എണ്ണ രാഷ്ട്രങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്ക അതാ സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോ ഈ വാദിന്റെ മജ്‌ലിസിൽ ഒരുമിച്ചുകൂടിയ മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പണ്ഡിതന്മാരുടെ സഭയുടെ പേരില്, ചെറിയ ചെറിയ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരില് നമ്മളെ തമ്മിൽ തെല്ലിപ്പിച്ചുകൊണ്ട് ചേരിതിരിപ്പിച്ചുകൊണ്ട് നിർത്തിയിട്ട് അതിന്റെ ഇടയിൽ നിന്ന് മുസ്ലിം ലോകത്തിന് മുതലെടുപ്പാൻ, മുസ്ലിം ലോകത്തെ തകർക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പഴുതുണ്ടാക്കി കൊടുക്കരുതെന്ന് സ്വഹാബത്തിന്റെ തലക്ക് വെച്ച് വളരെ ആത്മാർത്ഥതയോടുകൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മക്കളെ,
അമേരിക്ക ഇപ്പൊ മുസ്ലിം ലോകത്തെ തകർക്കാൻ കണ്ടുപിടിച്ച മാർഗം ലോകത്തെ മുസ്ലിമീങ്ങളുടെ സാമ്പത്തിക ക്രൈസിസ് ഉണ്ടാക്കുക, മുസ്ലിം ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുക. അത് അളവോളം അവർ വിജയിച്ചിരിക്കുകയാണ്. റബ്ബുൽ ആലമീനായ റബ്ബ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ബർക്കത്ത് കൊണ്ട്, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ബർക്കത്ത് കൊണ്ട്, ഹബീബിനാ വസയ്യിദുനാ മുസ്തഫ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഗൾഫ് നാടിന്റെ ഉറവ, അവിടുത്തെ പെട്രോളിയം, അവിടുത്തെ ക്രൂഡ് ഓയിൽ അല്ലാഹു ലോകാവസാനം വരെ നിലനിർത്തി വിപണിയിൽ അതിന് വലിയ വില നൽകിയിട്ട് മുസ്ലിം ലോകത്തിന് ഖൈറായ നിലക്ക് അല്ലാഹു മാറ്റിത്തരട്ടെ. ആമീൻ. ഞാനൊന്ന് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഒട്ടുമോനെ എടുക്കാൻ ഞാനൊന്ന് ഇടക്കൊന്ന് പറഞ്ഞു പോയി. പണ്ടൊക്കെ നമ്മൾ വായന തുറക്കുമ്പോ നമ്മുടെ സഹോദരന്മാർ ഖത്തറിലുണ്ട്, കുവൈറ്റിലുണ്ട്, ഒമാനിലുണ്ട്, ബഹ്റൈനിലുണ്ട്, UAE-യിലുണ്ട്, സൗദിയിലുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, മൊറോക്കോയിലുണ്ട്, ഇതൊക്കെ പറയാം. അവർക്കൊക്കെ ദ്വാരക്കാൻ പറയാറുണ്ട്. നമ്മളെല്ലാ ഉറൂസിലും അവർക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ദ്വാരക്കേണ്ടത് ചുമരുണ്ടായാലല്ലേ ചിത്രം വരക്കാൻ നോക്കൂ. ചുമരില്ലാതെ ചിത്രം വരക്കാൻ പറ്റുമോ? ദുബായ് ഇല്ലാതെ ദുബായിക്കാർക്ക് എന്താ ദുആ? ഖത്തറില്ലെങ്കിൽ പിന്നെ ഖത്തറുകാർക്ക് എന്ത് ദുആ? ഒമാനില്ലെങ്കിൽ പിന്നെ ഒമാനികൾക്ക് എന്ത് ദുആ? അതുകൊണ്ട് ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന്, അതിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ മുസ്ലിം സമുദായമേ നാം ഐക്യത്തോടെ കൈയുയർത്തുക. യദുല്ലാഹി അലൽ ജമാഅ, ഐക്യത്തിൽ നിൽക്കുന്നതിൽ ബറക്കത്തുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി. ഐക്യത്തിൽ നിൽക്കുന്നതിൽ ബറക്കത്തുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി. അല്ലാഹു ആ നിലക്കുള്ള ഐക്യം നമ്മൾ പ്രദാനം ചെയ്യട്ടെ. മുസ്ലിം ലോകത്തിന്റെ ഐക്യം ആവശ്യം. ഇതെന്തെങ്കിലും ഇലക്ഷനെ കണ്ടിട്ടോ വോട്ടിന് വേണ്ടിയിട്ടോ എന്ന് പറയുന്നതല്ലാട്ടോ. ഖിയാമത്ത് നാൾ വരെ ആ ഒരു ചിന്താഗതി ലോക മുസ്ലിങ്ങളിൽ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് നമ്മുടെ ബാധ്യത. ഞാൻ പറഞ്ഞു വരുന്നത് സയ്യിദനാ മാലിക്കുദ്ദീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ഹിന്ദു രാജാവിനോട് ഞങ്ങൾക്ക് പള്ളി ഉണ്ടാക്കണം, അത് ഞങ്ങൾക്ക് ഓടും കട്ടി ഇഷ്ടിക തരണം. ആരാ തരിക? ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. കേൾക്കണം നിങ്ങൾ. ഹിന്ദു രാജാവ് പറഞ്ഞു, അവിടുത്തെ നായരെയും നമ്പൂരിയും പുലയനെയും ചർമ്മനെയും കുറവനെയും കൊശവനെയും ചെട്ടിനെയും പാണനെയും പുലയനെയും എല്ലാവരെയും വിളിച്ചു, ചേരമാമ്പെരുമാരുടെ പിൻഗാമി. എന്നിട്ട് പറഞ്ഞു, ഇവിടെ വന്ന മുസ്ലിങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ അവർക്ക് ഓടും ഇഷ്ടിയും കട്ടലിയും ജനലൊക്കെ വേണം. നിങ്ങൾ ആരെങ്കിലും കൊടുക്കാൻ തയ്യാറുണ്ടോ? ഒരു ഗോപിക്കുറി വരച്ചൊരു ഹിന്ദു അവിടെ നിന്ന് നീച്ചിട്ട് പറഞ്ഞു, രാജാവേ, നമ്മള് കൊടുങ്ങല്ലൂര് ഒരു കാളി അമ്പലം പണിയാൻ വേണ്ടി കുറെ ഇഷ്ടികയും കല്ലും കുറെ കട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വെച്ചു. അതിപ്പോ പെട്ടെന്ന് പണിതില്ലേലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അപ്പുറത്ത് അമ്പലങ്ങളൊക്കെ വേറെയുണ്ട്. കൊടുങ്ങല്ലൂര് ക്ഷേത്ര നഗരിയാണ്. ഒരുപാട് അമ്പലങ്ങളുള്ള നാടാണ് കൊടുങ്ങല്ലൂർ ഇന്നും. അതെ, അതുകൊണ്ട് ഇവര് പറഞ്ഞു, നമുക്ക് അമ്പലത്തിന്റെ കല്ലും കട്ടിലും എടുത്ത് മുസ്ലിങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ കൊടുക്കാം. കേൾക്കണം, ആർഷഭാരത സംസ്കാരം അതാണ്, ഇന്ത്യൻ സംസ്കാരം അതാണ്, മാനവിക സംസ്കാരം അതാണ്. കൊടുങ്ങല്ലൂർ ചേരമാമ്പള്ളിയുടെ കട്ടല കാളി അമ്പലത്തിന് വേണ്ടി പണിക്ക് വെച്ച കട്ടലയാണ്. അറിയണം മുസ്ലിമേ, കൊടുങ്ങല്ലൂർ അമ്പലത്തിന്റെ ഇഷ്ടികയും കല്ലും കാളി അമ്പലത്തിന്റെ കല്ലാണ്. പുനർവായനയ്ക്ക് മുസ്ലിം ലോകം തയ്യാറാകണം. ഹിന്ദുക്കൾ, ഇത് എന്റെ കിതാബിൽ കണ്ടതല്ല. ശ്രീ അയ്യപ്പന്റെ ഭാരതപ്പഴമ എന്ന് പറഞ്ഞ കിതാബ്, യു റീഡ് ദ കിതാബ് ഭാരതപ്പഴമ, മുസന്നിഫ് മിസ്റ്റർ അയ്യപ്പൻ. വായിക്കുക. ഭാരതപ്പഴമ എന്ന് പറഞ്ഞ കിതാബിൽ അയ്യപ്പൻ എഴുതി വെച്ചു, കൊടുങ്ങല്ലൂർ മുസ്ലിങ്ങളുടെ പള്ളിക്ക് വേണ്ടി അമ്പലത്തിന്റെ കട്ടല കൊടുത്തു. ഒരു വർഗീയവാദിക്ക് ഒരു പരാതി ഉണ്ടായില്ല, ആർക്കും അതിൽ എതിർപ്പില്ല. ആ പള്ളിയിൽ ഇന്നും നമ്മൾ നിസ്കരിക്കുക. ആ പള്ളിയുടെ കട്ടലിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ പള്ളി ഉണ്ടാക്കപ്പെട്ടത് ഹിജറ 5-ാം വർഷത്തിലാണ്. കൊടുങ്ങല്ലൂര് ചേരമാപള്ളി നിർമ്മിച്ചത് ഹിജറ 5-ാം വർഷത്തിലാണ്. മാലിക്കുദ്ദീൻ റളിയല്ലാഹു അൻഹു നിർമ്മിച്ചതെന്ന് കൊടുങ്ങല്ലൂര് പള്ളിയുടെ കട്ടലിന്റെ മുകളിൽ അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. 5-ാം വർഷം എന്ന് പറയുമ്പോൾ റസൂലുള്ള മദീനയിൽ ജീവിക്കുന്ന കാലമാണ്. ഹിജറ 10-ലാണ് റസൂലുള്ള വഫാത്തായി പോകുന്നത്. അപ്പൊ കേരളത്തിൽ സഹാബത്ത് വരുമ്പോ റസൂലുള്ള മദീനയിലുണ്ട്, കേരളത്തിൽ പള്ളി നിർമ്മിക്കുമ്പോ റസൂലുള്ള മദീനത്തുണ്ട്. ആ പള്ളിയിൽ ഖുതുബ നിർവഹിക്കുമ്പോ
റസൂലുള്ള മദീനയിലുണ്ട്. കേരളത്തിൽ മുസ്ലിമീങ്ങൾ ഇസ്ലാം സഹാബത്ത് പ്രചരണം നടത്തുമ്പോൾ റസൂലുള്ള മദീനയിലുണ്ട്. റസൂലുള്ളാഹിന്റെ ഹയാത്ത് കാലത്ത് സഹാബത്ത് കേരളത്തിൽ വന്ന് പള്ളിയുണ്ടാക്കി. കൊടുങ്ങല്ലൂര് ചേരമാ പള്ളിയിൽ ആദ്യമായി അറബിയിൽ അവിടെ ഖുത്ബ നിർവഹിച്ചു. രണ്ടാമത് തലങ്കര പള്ളിയുണ്ടാക്കി. മൂന്നാമത് ധർമ്മടത്ത പള്ളിയുണ്ടാക്കി. നാലാമത് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തെ പള്ളിയുണ്ടാക്കി. 52 പള്ളി കേരളത്തിൽ പണിതിട്ടാണ് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു ഖുറാസാനിലേക്ക് പോയത് എന്ന് ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഈ 52 പള്ളിക്കും സ്ഥലം കൊടുത്തത് ഹിന്ദുക്കളാണ്. അതിനെ സഹായിച്ചവർ ഹിന്ദുക്കളാണ്. ഒരു കലാപം ഇവിടെയുണ്ടായില്ല, ഒരു വാളെടുക്കൽ ഇവിടെയുണ്ടായില്ല, ഒരു യുദ്ധം ഇവിടെയുണ്ടായില്ല. അതാണ് ഇസ്ലാമിന്റെ സഹാബത്തിന്റെ ചരിത്രം കേട്ടോ. സുന്നത്ത് ജമാഅത്തിന്റെ ചരിത്രം അതാണ്. സുന്നികളുള്ളിടത്ത് കലാപമല്ല, യുദ്ധമില്ല. ഞാൻ വെറുതെ പറയുകയല്ല, നിങ്ങൾ കണ്ടോ. ഇച്ചലങ്കോട് ഉറൂസിന്റെ മഖബറ സിയാറത്തിന് വരുന്നവരിൽ എത്രയോ ഹിന്ദുക്കളില്ലേ. അവരിവിടെ കാണിക്ക തരുന്നില്ലേ, പൈസ തരുന്നില്ലേ. അവരിവിടെ വന്ന് അവരുടെ വിശ്വാസപ്രകാരം പലതും കാണിച്ചു പോകാറില്ലേ. അജ്മീർ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ മഖബറ നോക്ക്. അവിടെ വരുന്ന 45% സായിരീങ്ങളും സന്ദർശകരും ഹിന്ദുക്കളാണല്ലോ. ഏർവാടി ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ മഖബറ നോക്ക്. അവിടെ വരുന്നവരും വലിയ ശതമാനം ഹിന്ദുക്കളാണല്ലോ. ഉള്ളാളത്തെ മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങളുടെ ഖബറിന്റെ അടുത്ത് ആയിരക്കണക്കിന് ഹിന്ദുക്കൾ വരുന്നില്ലേ. എന്താണ് കാരണോ? അല്ലാഹുവിന്റെ ദീന് സത്യമാണെന്ന് ഇവിടുത്തെ എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കും അറിയാം. ഔലിയാക്കൾ കുഴപ്പക്കാരല്ല, കലാപകാരികളല്ല. അമ്പിയാക്കൾ കുഴപ്പക്കാരല്ല, കലാപകാരികളല്ല. സ്വഹാബത്ത് കുഴപ്പക്കാരല്ല, കലാപകാരികളല്ല. അവര് സമാധാന ലോകത്ത് തന്നേച്ചവരാണ്. ഹിന്ദുവിന് വിഷമമില്ല. സ്വഹാബത്തിന്റെ ഇസ്ലാമത പ്രചരണം മുസ്ലിങ്ങൾ ഈ ലോകത്ത് ജീവിതത്തിൽ പകർത്തലാണ് മുസ്ലിം ലോകം നേരിടുന്ന പ്രതിസന്ധി തരണം ചെയ്യാനുള്ള ഏകമാർഗമാണ് കേട്ടോ. സ്വഹാബത്തിന്റെ ഇസ്ലാമിക പ്രചരണം മുസ്ലിങ്ങൾ ജീവിതത്തിൽ പകർത്തലാണ്. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഒരു ബക്കറ്റുമായി നമ്മുടെ പ്രവർത്തകർ വരുന്നുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കരുതി അവിടുത്തെ സ്വഹാബത്തിന്റെ ദർജ മനസ്സിലാക്കിയിട്ട് കാര്യമായ ഒരു ഹദിയ, സദഖയല്ല, ഹദിയ റസൂലുള്ളാഹിന്റെ പേരിൽ നിയ്യത്ത് ചെയ്ത് അവിടുത്തെ സ്വഹാബത്തിന്റെ പേരിൽ കരുതി എല്ലാ ഉമ്മമാരും ആ ബക്കറ്റിൽ ഇട്ട് കൊടുക്കണമെന്നതിന്റെ ഇടയിൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് സ്വഹാബത്തിന്റെ ഇസ്ലാമിക പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഒരു കലാപവുമില്ല. പള്ളി ഉണ്ടാക്കാനുള്ള സ്ഥലം ഹിന്ദുക്കൾ കൊടുത്തു, പള്ളിയും കൊടുത്തു. അമ്പലത്തിന്റെ കല്ലും കട്ടയെടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ കൊടുത്തു, തീർന്നില്ല. 14 സഹാബത്ത് വന്നതിന് 12 പുരുഷന്മാരും 2 സ്ത്രീകളും. അങ്ങനെയാണ് പേറ്റ. ഇന്ന് വലിയൊരു വിവാദം നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. എന്താ വിവാദം? ഒരു ജഡ്ജി ചോദിച്ചു, കേരള ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ഒരു ജഡ്ജി, ഒരു മുസ്ലിം പുരുഷന് 4 പെണ്ണ് കെട്ടാമെങ്കിൽ ഒരു മുസ്ലിം പെണ്ണിന് 4 ആണും ആയിക്കോടെ. അങ്ങോട്ട് ഗോളടിച്ച അങ്ങോട്ട് ഗോളടിച്ചു, അങ്ങോട്ട് കൊണ്ട് തുല്യല്ലേ. ഒരു മുസ്ലിം പുരുഷന് 4 പെണ്ണ് കെട്ടാമെങ്കിൽ ഒരു മുസ്ലിം പെണ്ണിന് 4 ആണുങ്ങളെ ഒരേ സമയത്ത് ഉണ്ടാക്കിക്കൂടെ? ചോദ്യം കേൾക്കുമ്പോ അങ്ങൾക്കൊക്കെ സംഗതി അല്ലാഹു ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഉള്ളിലുണ്ടാവും. ശരിയാണ് കേട്ടോ. അതിന് മറുപടി പറഞ്ഞേ പറ്റും. എന്തിന്? കമാൽ പാഷനെ കമാലിയത്ത് തീർക്കാനല്ല, നമ്മുടെ സംശയം കൺഫ്യൂഷൻ തീർക്കണമേ എന്ന് പറഞ്ഞൊരാൾ പാടിയില്ല. അതുകൊണ്ട് കൺഫ്യൂഷൻ അങ്ങ് തീർത്ത് കളയാം. ഒറ്റ ചോദ്യം, മോനെ, മുസ്ലിങ്ങൾക്ക് എത്ര പെണ്ണ് കെട്ടാന്നാണ് നിങ്ങളുടെ വിശ്വാസം? കിതാബ് ആയത്തും ഹദീസും ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങളുടെ വിശ്വാസങ്ങൾ മനസ്സിലാക്കിയത് ഒരു മുസ്ലിമിന് എത്ര പെണ്ണ് കെട്ടാം? കുറച്ചു കാലം കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി വരുമല്ലോ. ഇപ്പൊ വിവാഹപ്രായം 18-ലാക്കിയിരിക്കുക. സുപ്രീം കോടതി പണ്ട് 21 ഇപ്പൊ 18 10 കൊല്ലം കഴിയുമ്പോഴേക്കിനും അത് 12 ആ ഒരാൾ നിൽക്കുന്നുണ്ട്. മുമ്പ് പെണ്ണാട്ട ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. എത്രയായാലും വേണ്ടില്ല, പറ, നീ പേടിക്കണ്ട. എത്രയായാലും 1 4 ഒരാ പലതും പല അഭിപ്രായം. ഞാൻ നാളെ ഒരു കുട്ടിയോട് ചോദിച്ചു, മോനെ ഒരു പാൾക്ക് ഒരാൾക്ക് എത്ര പെണ്ണട്ടാ? മൂപ്പര് കൃത്യ പഠിച്ചു 4 കേട്ടോ സാറേ. മൂപ്പര് ശരീരത്ത് ഫില്ല് ചെയ്താൻ വേണ്ടി കാത്തിരിക്കുക. 4 കെട്ടാതാ പറഞ്ഞു. തെറ്റാണ് ആ മറുപടി.
ഒരു മുസ്ലിമിന് 4 പെണ്ണ് കെട്ടണം എന്ന് എവിടെയും ആരും എപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പൊ ആയത്തുണ്ടല്ലോ, ഉണ്ട്. ആയത്ത് ഖുർആനിൽ പലതിനെ പറ്റിയുണ്ട്. അതൊക്കെ പറഞ്ഞ് സ്വീകരിക്കാനാ? വ്യഭിചാരത്തെ പറ്റി ആയത്തുണ്ട്, വ്യഭിചരിക്കാനാ? കള്ളിനെ പറ്റി ആയത്തിറങ്ങിയിട്ടുണ്ട്, കള്ളു കുടിക്കാനാ? അതിന്റെയൊക്കെ നിയമവശങ്ങൾ പരിശോധിക്കണം. ആയത്തിൽ എന്താ പറഞ്ഞത്? വൻകിഹൂ മാ തഅബലക്കും മിനൻ നിസാഇ മസ്നാ വതുലാസ വറുബാ വഇൻ ഖിഫ്തും അല്ലാ തഅദിലൂ ഫവാഹിദാ. ആയത്തിതാണ്. സ്ത്രീകളിൽ നിന്ന് ഇഷ്ടമുള്ളവരെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം. മസ്നാ 2, വതുലാസ് 3, വറുബാ 4 വരെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. പക്ഷേ അവിടെ മസ്നാ വതുലാസ വറുബാ എന്നാണ് പറഞ്ഞത്. 2, 3, 4 ഒന്നെവിടെ? 1, 2, 3, 4 എന്നല്ലേ എണ്ണേണ്ടത്? ഖുർആനിൽ പറഞ്ഞത് 2, 3, 4 എന്നാണ്. അപ്പൊ 1 അവിടെ കാണാനില്ല. ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ ലോകത്തിന്റെ ഭരണഘടനയാണ് മോനെ. അല്ലാഹുവിന്റെ മതമായ ഇസ്ലാം ലോകത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മതമാണ്. അതിൽ പറയുന്ന ഒരു കാര്യം 2016-ലേക്കുള്ളതല്ല, 3000-ലേക്കുള്ളതുമല്ല. ലോകാവസാനം വരെ റിസർച്ച് നടത്തിയാലും അല്ലാഹുവിന്റെ ഖുർആനിന്റെ കലാമിന്റെ അജായിബകൾ, അതിന്റെ അത്ഭുതങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. ഒരു മുസ്ലിമിന് ഒരൊറ്റ പെണ്ണിനെ മാത്രമേ കെട്ടാൻ പാടുള്ളൂ. അതാണ് ഖുർആനിന്റെ കൽപ്പന. അയ്യുഹശബാബ്, റസൂലുള്ളാഹി വിളിച്ചുകൊണ്ട് പറഞ്ഞില്ല, യുവാക്കളെ, മനിസ്തതാഅ മിൻകും, നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും കഴിവുണ്ടായാൽ, മഹർ കൊടുക്കാനുള്ള കഴിവുണ്ടായാൽ, പെണ്ണിന്റെ വികാരശമനം വരുത്താനുള്ള ആരോഗ്യമുണ്ടായാൽ, അവൾക്ക് പ്രൊട്ടക്ഷനും സുരക്ഷിതത്വവും ഭക്ഷണവും കൊടുക്കാനുള്ള കഴിവുണ്ടായാൽ, ഫല്യതസവ്വജ്, അവൻ വിവാഹം കഴിക്കട്ടെ. അങ്ങനെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ, മൻ തസവ്വജ ബിഇംറഅത്തിൻ ഫഖദ് അഖറത സുലുസൈ ദീനിഹി ഫല്യത്തഖില്ലാഹ ഫി സുലുസിൽ ബാഖി. ആരെങ്കിലും ഒരു വിവാഹം ചെയ്താൽ അവൻ ദീനിന്റെ 2/3 ഭാഗം നിർവഹിച്ചു കഴിഞ്ഞു. അത്ര വലിയ ഇമ്പോർട്ടന്റ് ആണ് ഇസ്ലാം മതത്തിൽ വിവാഹത്തിനുള്ളത്. അവരൊറ്റ കല്യാണത്തെ പറ്റിയാണ് പറഞ്ഞത്. ഇനി ഏതെങ്കിലും ഒരു കാരണത്തില്, ഏതെങ്കിലും ഒരു കാലഘട്ടത്തില്, ഏതെങ്കിലും ഒരു സാഹചര്യത്തില്, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് രണ്ടാമത്തെ ഒരു കല്യാണം ആവശ്യമായി വന്നാൽ വേറെ ആയത്തുണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഖുർആൻ ഖിയാമത്ത് നാൾ വരെയുള്ള വേദഗ്രന്ഥമാണല്ലോ. അതിനുവേണ്ടി അല്ലാഹ് പറഞ്ഞതാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എവിടെങ്കിലും ആർക്കെങ്കിലും രണ്ടാമതൊരു വിവാഹം വേണ്ടി വന്നാൽ 2ആവാം. പ്രത്യേക സാഹചര്യം വന്നാൽ ചിലപ്പോ 3 ആവാം. അവസാനത്തെ സാഹചര്യം വന്നാൽ 4 ആവാം. അതിന്റെ അപ്പുറത്ത് കടക്കണ്ട. എന്നാ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും, അങ്ങനെ വരുമോ ഉസ്താദേ? 2, 3, 4 ഒക്കെ കെട്ടേണ്ട സാഹചര്യം വരുമോ? വന്നിട്ടുണ്ട്. നിങ്ങൾ ചരിത്രം പഠിക്കുന്ന മക്കളാണ്, +2 പഠിക്കുന്ന മക്കളാണ്, BA പഠിക്കുന്ന മക്കളാണ്, BTech പഠിക്കുന്നവരാണ്, MTech പഠിക്കുന്നവരാണ്, IAS പ്രിഫർ ചെയ്യുന്നവരാണ്, സിവിൽ സർവീസിന്റെ കോച്ചിംഗ് സെന്ററുകളിൽ നിങ്ങൾ ഭജനമിരിക്കുന്നവരാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, 2ാം ലോക മഹായുദ്ധം ലോകത്ത് നടന്നപ്പോൾ പശ്ചിമ